അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ കുറെ വേർഡ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചോ എല്ലാരും? പഠിച്ചോ? വേർഡ്സിന്റെ സ്പെല്ലിംഗ്, ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി, പിന്നെ മെഷർമെന്റ്, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ ഒക്കെ പഠിച്ചോ? അടുത്തത് നമ്മൾ എന്താ പറഞ്ഞ എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. നമ്മുടെ നീളം അളക്കാൻ വേണ്ടി നമ്മൾ ഏകദേശ കണക്ക് പറയുന്ന യൂണിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ക്യൂബിറ്റും ഹാൻഡ് സ്പാൻ അല്ലെ? ക്യൂബിറ്റ് എന്ന് വെച്ചാല് ഇങ്ങനെ നമ്മൾ ഈ മുട്ടിന്റെ നീളം എടുക്കുന്നത്, ഈ വിരലിന്റെ അറ്റം മുതൽ മുട്ടിന്റെ നീളം വരെ, ഇതാണ് ക്യൂബിറ്റ്. ഇനി ഹാൻഡ് സ്പാൻ എന്ന് വെച്ചാല് ഈ വിരലിന്റെ അറ്റം മുതൽ ഏറ്റവും ലെങ്ത് വരുന്ന വിരലിന്റെ അറ്റം വരെ, ഈ രണ്ട് വിരലിന്റെ അറ്റങ്ങൾ നമ്മൾ യോജിപ്പിച്ചാല് ഹാൻഡ് സ്പാൻ. ഇനി ഫിംഗേഴ്സ്. അടുത്തത് എന്താ? ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വിരൽ, 4 വിരലില്ലേ, 4 വിരൽ അടുപ്പിച്ച് പിടിച്ചാല് ഇത്രയും നീളത്തിന് നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് മെഷർമെന്റ് എടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളിതാ ഈ ബുക്കിന്റെ ലെങ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇതാ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ, അങ്ങനെ 4 തവണ വെക്കുമ്പോ കംപ്ലീറ്റ് ആയി അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് നോക്കുന്നത്. ഈ 4 വിരല് അടുപ്പിച്ചു വെക്കും. ഓക്കെ, അപ്പൊ ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല. എന്തുകൊണ്ടാ? മിസ്സിന്റെ ഫിംഗേഴ്സിന്റെ ഈ 4 ഫിംഗറിന്റെ അത്രയും വീതി വരുമോ നിങ്ങളുടെ കൈ? നിങ്ങളുടെ ചെറിയ കൈ അല്ലേ? അല്ലെ? നിങ്ങളുടെ അനിയന്റെയും അനിയത്തിന്റെയും വെച്ച് നോക്കിയാൽ ഇത്രയും വരില്ലല്ലോ, നിങ്ങളുടെ കൈന്റെ അത്രയും വരില്ല. നിങ്ങളുടെ അച്ഛന്റെ എടുത്ത് നോക്കിയാലോ, അത് നമ്മളെക്കാളൊക്കെ വലുതായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല. അടുത്തത് എന്താ? പേസ്. PACE. പേസ്. പേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാൽപാദം വെച്ചിട്ട് അളക്കില്ലേ, അങ്ങനെ നോക്കാറുണ്ടോ? അതിനെയാണ് പേസ് എന്ന് പറയാം. PACE. ഈ കാലിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്, അതിനെയാണ് പേസ് എന്ന് പറയാം. അപ്പൊ ജസ്റ്റ് ഇത് എന്താണെന്ന് കറക്റ്റ് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഈ പേര് മാത്രം ഓർമ്മിച്ചാൽ മതി. ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫിംഗേഴ്സ്, പേസ്. ആ 4 വേർഡ്സ് ഒന്നും ബുക്കിൽ എഴുതി വെച്ചാലോ? മിസ് ടൈപ്പ് ചെയ്ത് തരുന്ന പോലെ നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. ക്യൂബിറ്റും ഹാൻഡ് സ്പാനും എഴുതിയിട്ടുണ്ടാവുന്നതായിരിക്കും പറയാൻ വരുന്നത് അല്ലേ? മിസ് എഴുതുന്ന പറഞ്ഞു തരുന്ന പോലെ ഒന്ന് എഴുതിക്കോ, നോട്ട്ബുക്ക് എടുക്ക. ആദ്യം എന്ത് എഴുതാം? സ്പെല്ലിങ് നോക്കി എഴുതണേ. മിസ് ടൈപ്പ് ചെയ്യുമ്പോ ഒന്നിച്ചെന്നെ സ്പെല്ലിങ് നോക്കി എഴുതാ. ESTIMATED. ഇതെന്താ വായിക്കാം? എസ്റ്റിമേറ്റഡ്. ESTIMATED. Estimated units of length. Estimated units of length. Estimated units of length. എന്താ എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് എന്ന് വെച്ചാല്? ഒരു ഏകദേശ യൂണിറ്റ്, ഏകദേശ കണക്ക്, കറക്റ്റ് മെഷർമെന്റ് അല്ല, ഏകദേശ കണക്കിനാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയാം. അതില് ഫസ്റ്റ് വൺ ക്യൂബിറ്റ്,
C-U-B-I-T. Cubit. Second one, handspan. H-A-N-D-S-P-A-N. Handspan. Third one, fingers. F-I-N-G-E-R-S. Fingers. Cubit, handspan, fingers. Last one, fourth one, pace. P-A-C-E. Pace. Cubit, handspan, fingers, pace. എഴുതിയോ? എന്തായിരിക്കും ടീച്ചറെ? അതെല്ലാം ഞാന് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എഴുതിയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയായിരുന്നോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഷിഹാസ് എന്താ പറയാൻ? എന്താ ഷിഹാസേ? ഓക്കെ, എഴുതി കഴിഞ്ഞില്ല എല്ലാരും? ഓക്കെ, അപ്പൊ നമ്മള് എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 91. നമുക്കിങ്ങനെ കറക്റ്റ് അല്ലാത്ത മെഷർമെന്റ് എടുത്താൽ പോരല്ലോ, അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണ്ടേ? എല്ലാരും മെഷർ ചെയ്യുമ്പോ ഒറ്റ ഒരു യൂണിറ്റ് കിട്ടുന്ന വിധത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ്, നമ്മൾ നോർമൽ ആയിട്ട് ലെങ്ത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് പറയുന്നത് എന്താ? മീറ്റർ. M-E-T-R-E. പേജ് നമ്പർ 91. കണ്ടോ? The standard unit of length is meter. M-E-T-R-E. ആ മീറ്റർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. M-E-T-R-E. മീറ്റർ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. We write it as M. അതായത് മീറ്റർ എന്നുള്ളത് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്കുള്ള മെഷർമെന്റ് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ നീളം നമ്മൾ നോക്കി, എന്നിട്ട് ഒരു 10 മീറ്ററിന് കിട്ടി. അത് നമ്മൾ സാധാരണ, ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, മിസ് എപ്പോഴും പറയും, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താ? ഷോർട്ട് ലാംഗ്വേജ് ആണ്. നമ്മളെല്ലാം ഷോർട്ട് ആക്കിയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് മാത്തമാറ്റിക്സ്. അപ്പോ മീറ്ററിനെ നമ്മള് ഇപ്പൊ 10 മീറ്റർ ആണ് നമുക്ക് കിട്ടിയ നീളമെങ്കിൽ 10 METRE എന്ന് ഫുള്ളായിട്ട് എഴുതില്ല, നമ്മൾ ഷോർട്ട് ആക്കി എന്ത് എഴുതും? 10 മീറ്റർ. അപ്പോ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഏത് ഭാഗത്ത് എങ്ങനെ നമ്മൾ ഏതൊരു നമ്പറിന്റെ കൂടെ M എന്ന്, സ്മോൾ ലെറ്റർ M എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഊഹിക്കണം? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്മോൾ ലെറ്റർ M പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഹന്ന? മിസ്സേ, ഞാനിപ്പം കേറിയതേ ഉള്ളൂ. ഇപ്പൊ കേറിയതേ ഉള്ളൂ, തുടങ്ങുന്നതേ ഉള്ളൂ ക്ലാസ്. ഓക്കെ, യൂട്യൂബ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. മുന്നേ എന്താ പറഞ്ഞത്?
ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേ, ഏതൊരു നമ്പറിന്റെ കൂടെയും എം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 58 എം എന്നാണെങ്കിൽ നമ്മൾ എന്താ അത് ഗസ് ചെയ്യണ്ടേ? 58 മീറ്റർ. എന്തായാലും അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അവിടെ നീളമാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഡിസ്റ്റൻസോ ദൂരം, നീളമാണ് എം എന്നുള്ള ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങള് സ്കെയിലില്ലേ നിങ്ങളുടെ കയ്യില്, ചെറിയ സ്കെയില് ഇല്ലേ? ആ സ്കെയിലിനകത്ത് ഓക്കെ, സ്കെയിലിനകത്ത് നിങ്ങൾക്ക് 1 2 3 4 5 6 ചെറിയ സ്കെയിൽ ആണെങ്കിൽ 15 വരെ കാണാൻ പറ്റും, നമ്പേഴ്സ് കാണാൻ പറ്റും അല്ലെ? ചെറിയ സ്കെയിൽ ആണെങ്കിൽ 15 വരെ നമ്പേഴ്സ് എഴുതിയിട്ട് കാണാൻ പറ്റും. വലിയ സ്കെയിൽ ആണെങ്കിൽ 30 വരെ 30 വരെ എഴുതിയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഒരു സ്കെയിൽ നമുക്ക് വരച്ചു നോക്കാം, ചുമ്മാ വരച്ചു നോക്കാം. ഒരു 15 സെന്റിമീറ്റർ സ്കെയിൽ വരച്ചു നോക്കാം. അയക്കുന്ന തെറ്റുകളൊന്നും വിചാരിക്കില്ലേ. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള 15 സെന്റിമീറ്റർ സ്കെയിൽ എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അതിലാദ്യം ഇവിടെ ഒരു ലൈൻ കാണും ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ലൈൻ ഉണ്ടാവും. 1 2 3 ഒരേപോലത്തെ ലൈൻസ് ആയിരിക്കുവേ. 4 5. അതായത് ഈ വലിയ വര ഒന്നാമത്തത്, രണ്ടാമത്തെ ചെറുത്, മൂന്നാമത്തെ ചെറുത്, നാലാമത്തെ ചെറുത്, അഞ്ചാമത്തത് കുറച്ച് വലുത്, ആറാമത്തത് പിന്നെയും ചെറുത്, ഏഴാമത്തത് പിന്നെയും ചെറുത്, എട്ടാമത്തത് പിന്നെയും ചെറുത്, ഒമ്പതാമത്തത് പിന്നെയും ചെറുത്, പത്താമത്തത് വലിയൊരു വര അല്ലേ? അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 വരെ കാണാൻ പറ്റും. കാണാൻ പറ്റുമല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 വരെ നമുക്ക് വലിയ ലൈൻസ് കാണാൻ പറ്റും. ഈ 0 മുതൽ 1 വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇത്രയും ഡിസ്റ്റൻസിനെയാണ് സെന്റിമീറ്റർ എന്ന് പറയുന്നത്. സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ എത്ര സെന്റിമീറ്ററാ? എത്ര സെന്റിമീറ്ററാ? 15 സെന്റിമീറ്റർ ആണ് നമ്മുടെ കയ്യിലുള്ള സ്കെയിലിന്റെ ലെങ്ത്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുള്ള സ്കെയിൽ വെച്ച് നോക്കിയാലും 15 സെന്റിമീറ്റർ നമുക്ക് ഒരേ അളവ് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ നിങ്ങളുടെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയേ എത്രയുണ്ടെന്ന്. നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കിയേ.
ഇപ്പൊ വരച്ചിരിക്കുന്ന ലൈൻ ഫോണിന്റെ മേലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് നിങ്ങൾ നടന്നു നോക്കി എത്ര സെന്റിമീറ്റർ ഉണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചേ. അതായത് എങ്ങനെ അളന്ന് നോക്കണ്ടേന്നായിരിക്കും അല്ലെ? എങ്ങനെ അളന്ന് നോക്കണ്ടേന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ 0 എന്ന് പറയുന്ന ലൈനില്ലേ സ്കെയിലിന്റെ, ദാ ഈ 0 എന്ന് പറയുന്ന ലൈൻ ഇവിടെ വെക്കാം. 0 എന്ന് പറയുന്ന ലൈൻ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചു എല്ലാരും. എന്നിട്ട് ആ സ്കെയിലിന്റെ ഈ മേൽഭാഗം ഈ ലൈനിന് കറക്റ്റ് ആയിട്ട് വെക്കാം. ഈ ലൈനിന്റെ നേരെ മേലെ 0 എന്ന് പറയുന്ന ലൈൻ ഈ എൻഡിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് ഈ മേൽഭാഗം ഈ ലൈനിന്റെ നേരെ മേലെ വെക്കാം. എന്നിട്ട് ഇതിന് നേരെ ഏത് നമ്പറാ വരുന്നത് നോക്കാം. ഈ ലാസ്റ്റ് പോയിന്റിന് നേരെ ഏത് നമ്പറാ വരുന്നതെന്ന് നോക്കാം. 15 ആണോ? ഷിഫാനിക്കും മിൻഹാജിന് 7 ആയിട്ടിരിക്കുന്നത്. ഈ ഫോണിന്റെ സ്ക്രീനിന്റെ അനുസരിച്ച് നിങ്ങളുടെ മാറും. ബാക്കി എല്ലാവർക്കും ഏകദേശം അനിഹയ്ക്കും ആൻസിനൊക്കെ 15 ആയിട്ടിരിക്കുന്നത്. ടെസ്റ്റ 7. കിട്ടിയോ? എറിക്കിന് 7, അമന്ന 15. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് അതിന് മാറ്റം വരും. 15ഓ 7ഓ? ഫാത്തിമ മെഹറിൻ 6. കുഴപ്പമില്ല. അപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്ക. നമ്മളിവിടെ മിസ് പറഞ്ഞിട്ടുണ്ട് ഈ 0 മുതൽ 1 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നേ? സെന്റിമീറ്റർ എന്നാ പറയാം. അപ്പൊ ഇവിടെ 0 വെച്ചിട്ട് ഇവിടെയാണ് 1 വരുന്നതെങ്കിൽ ഇത്രയും ദൂരം 1 സെന്റിമീറ്റർ. ഓക്കെ, 1 സെന്റിമീറ്റർ. ഇനി 2ന്റെ അടുത്താ വരുന്നെങ്കിൽ ഇത്രയും ദൂരം 2 സെന്റിമീറ്റർ. അതായത് ഇത് ഈ ഒരു ലൈനിന്റെ നീളം 1 സെന്റിമീറ്റർ. റെഡ് കളറിൽ കാണുന്ന ലൈനിന്റെ നീളം 1 സെന്റിമീറ്റർ. ഇനി ഈ ബ്ലൂ കളറിൽ കാണുന്നത് 0 തുടങ്ങി 5 എൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ ബ്ലൂ കളർ ലൈനിന്റെ നീളം 5 സെന്റിമീറ്റർ. ഇനി 0 നിന്ന് തുടങ്ങി 7 എൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ നീളം 7 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങളുടെ സ്കെയിലിന്റെ ടോട്ടൽ നീളം എത്രയാ? 0 നിന്ന് തുടങ്ങി 15 വരെ എത്തുന്ന ലൈൻ വരച്ചാല് ആ ലൈനിന്റെ നീളം 15 സെന്റിമീറ്റർ. അപ്പൊ നമ്മള് ഈ സ്കെയിൽ വെച്ചിട്ടാണ്, ചെറിയ സ്കെയിൽ വെച്ചിട്ട് ഈ സെന്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നമ്പറിന്റെ കൂടെ ഇപ്പോ 7 സെന്റി CENTIMETRE 7 സെന്റിമീറ്റർ എന്നതിന് പകരം നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യും? സോറി, എന്ത് എഴുതും? 7 സെന്റിമീറ്റർ എന്നതിന് പകരം ഷിഫാന 7 എഴുതിയിട്ട് സ്മോൾ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ എം. നമ്മൾ എങ്ങനെ വായിക്കുക? 7 സെന്റിമീറ്റർ. നമ്മൾ എവിടെയെങ്കിലും ഇപ്പോ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ 7 cm അല്ലെങ്കിൽ 589 cm എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ അത് വായിക്കണ്ടേ? 589 സെന്റിമീറ്റർ അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ 2 യൂണിറ്റ് പഠിച്ചു. ഏതൊക്കെ?
മീറ്റർ ആൻഡ് സെന്റിമീറ്റർ. അപ്പൊ മീറ്റർ ആണോ ചെറുത്, സെന്റിമീറ്റർ ആണോ ചെറുത്? ഏതായിരിക്കും ചെറുത്? ഏതായിരിക്കും ചെറുത്? മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? സെന്റിമീറ്റർ ആണ് മീറ്ററിനേക്കാളും ചെറുത്. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്ററും സെന്റിമീറ്ററും തമ്മിലൊക്കെയുള്ള ബന്ധം എന്താണെന്ന് പഠിക്കണം. അത് പോരാതെ ഇപ്പൊ നമ്മൾ 2 യൂണിറ്റ് പഠിച്ചു ലെങ്ത്തിന്റെ, മീറ്ററും പഠിച്ചു സെന്റിമീറ്ററും പഠിച്ചു. ഇനിയിപ്പോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരമൊക്കെ മീറ്ററിലാണോ പറയാ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പാടിയൊട്ടിച്ച ടൗണിലേക്കുള്ള ദൂരം മീറ്ററിലാണോ പറയാ? അല്ല, നമ്മൾ ഏകദേശം ഒരു കണക്കൊരു 5 കിലോമീറ്റർ അല്ലെ? കിലോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും, എന്തായാലും കേട്ടിട്ടുണ്ടാവും. നമ്മൾ വലിയ ദൂരമൊക്കെ പറയുമ്പോൾ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പോ ഒരുപാട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? കിലോമീറ്റർ. എന്ത്? കിലോമീറ്റർ. 2 യൂണിറ്റ് നമ്മൾ പറഞ്ഞു, സെന്റിമീറ്റർ, മീറ്റർ. ഇനി ഒന്നുകൂടി ഉണ്ട്, കിലോമീറ്റർ. ഓക്കെ, ഏതാണ്? കിലോമീറ്റർ. KILOMETR, കിലോമീറ്റർ. കിലോമീറ്ററിനെ നമ്മൾ എങ്ങനെ എഴുതുക? KM, സ്മോൾ ലെറ്റർ K, സ്മോൾ ലെറ്റർ M. ഇപ്പൊ നമ്മള് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ 50 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ വലിയ ദൂരമൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് കിലോമീറ്റർ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ 3 യൂണിറ്റ്സ് പറഞ്ഞു. ഏതൊക്കെ? സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. അപ്പൊ സെന്റിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ബുക്കിന്റെ നീളവും വീതിയും, അല്ലെങ്കിൽ ഈ ഫോണിന്റെ നീളം വീതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ നീളം, ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ സെന്റിമീറ്റർ ഉപയോഗിക്കും. നമ്മുടെ ചെറിയ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാം സെന്റിമീറ്റർ. ഇനി നമ്മുടെ റൂമിന്റെ വീതി, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തിന്റെ നീളം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ റോഡിലേക്കുള്ള ദൂരം, അങ്ങനെ കുറച്ച് വലിയ ദൂരങ്ങളൊക്കെ നമ്മള് എന്ത് പറയും? മീറ്ററിൽ പറയും. ഇനി സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ടൗണിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്കുള്ള ദൂരം, അതൊക്കെ നമ്മള് കിലോമീറ്ററിൽ പറയും. ഓക്കെ, അപ്പൊ 3 യൂണിറ്റ് നമ്മൾ പഠിച്ചു, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. അപ്പൊ അതും കൂടി നമുക്കൊരു നോട്ടിൽ എഴുതി വെച്ചാലോ? നോട്ട്ബുക്ക് എടുത്ത് എല്ലാരും. നമ്മൾ നേരത്തെ പറഞ്ഞത് എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അതിന് തൊട്ട് താഴെ എഴുതുക സ്റ്റാൻഡേർഡ് STANDARD, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടും. അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഏതൊക്കെയാ സ്റ്റാൻഡേർഡ് യൂണിറ്റ്? ഫസ്റ്റ് വൺ സെന്റിമീറ്റർ. CENTIMETRA, സെന്റിമീറ്റർ. ബ്രാക്കറ്റില് CM എന്ന് എഴുതാം. സെക്കൻഡ് വൺ മീറ്റർ. METER.
TRE മീറ്റർ. അതിന്റെ ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ M എന്ന് എഴുതാം. തേർഡ് വൺ കിലോമീറ്റർ. KILOMETRE. അതിന്റെ ബ്രാക്കറ്റില് സ്മോൾ ലെറ്റർ KM എന്ന് എഴുതാം. പെട്ടെന്ന് എഴുതി വെച്ച ടൈം തീരാറായി. സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. അതിന്റെ സ്പെല്ലിങ് പഠിക്കണേ. അതിന് വേണ്ടിട്ട് ഇതിപ്പോ എഴുതി തന്നെ. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സെന്റിമീറ്ററോ മീറ്ററോ കിലോമീറ്ററോ കേട്ടല്ലോ. ഓക്കെ, ബൈ.